ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ദുബായി എത്തി അതിൻ്റെ ഷേവൊക്കെ ചെയ്തു മൊഞ്ചാക്കിയിട്ടുണ്ട്. കാരണം മുടിയൊക്കെ ഫുള്ള് എന്താ പറയുക ചൊറിഞ്ഞ് ആ ഒരു ലെവലായിരുന്നു കേട്ടോ. ഞങ്ങൾ സെർബിയയിൽ നിന്ന് ഷേവ് ചെയ്യാനൊക്കെ നോക്കിയിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. ഭാഷ അല്ലെങ്കിലേ കുഴപ്പമാണ്. ഇനിയിപ്പോൾ അവിടെ ഷേവ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മൊട്ടയടിച്ചാലോ അല്ല. പിന്നെ ഒരു ഹാപ്പി ന്യൂസാണ്. ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 7 ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ സെർബിയയിൽ പോകുന്ന സമയത്ത് ഞാനും അഫിക്കും കൂടി ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക്, അർഹതപ്പെട്ട 2 പേരെ ഞങ്ങൾ ദുബൈയിലേക്ക് സൗജന്യമായിട്ട് കൊണ്ടുവരുന്നുള്ളത്. സെർബിയയിലേക്ക് പോകുന്ന എപ്പിസോഡാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന ഫസ്റ്റ് എപ്പിസോഡ് തന്നെ നമ്മുടെ വിന്നേഴ്സ് ഡേ ഇവിടെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവരെ പരിചയപ്പെടാം. അഫിക, അത് വെൽക്കം ചെയ്തോ. എല്ലാവരും നല്ല അടിപൊളി വീഡിയോസ് വരാനുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിന്നേഴ്സ്. പേരെന്താണ്, സ്ഥലം എവിടെയാണെന്നൊക്കെ നോക്കാം. മൂപ്പരാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ. യെസ്, നമ്മുടെ ചാനലിലെ ഗിവ് വിന്നേഴ്സ് കേട്ടോ. എത്ര കമന്റ്സ് ആയിരുന്നു അഫിക മൊത്തം വന്നത്? 27,000 കമന്റ്സിൽ നിന്നും 40 ആളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 40 ആളെയും അഫിക പേഴ്സണലി വിളിച്ച് സംസാരിച്ച് അതിൽ നിന്നും ലാസ്റ്റ് തിരഞ്ഞെടുത്ത് 2 പേര് കേട്ടോ. നമുക്കതിൽ ഇവിടുന്ന് പരിചയപ്പെടും. ആരാണെന്നല്ല ബ്രോ, പേര് പറഞ്ഞു. ശ്രീജിത്ത് എന്നാണ് പേര്. കൊല്ലത്താണ് വീട്. കൊല്ലത്ത് എവിടെയാ? കൊല്ലം ടൗൺ തന്നെയാണ് വീട്. ഓക്കെ. അപ്പം ഒരുപാട് നാളായില്ല, ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷമാണ് ബ്രോയുടെ വീഡിയോസ് കൂടുതൽ കാണാൻ തുടങ്ങിയത്. നമ്മൾ വീട്ടിൽ കുറേ സമയം ഫ്രീ കിട്ടി. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. ആദ്യമായിട്ട് കാണുന്നത് മറ്റേ യൂറോപ്യൻ ട്രിപ്പാണ്, ആമിനയുടെ കൂടെയുള്ള ട്രാവൽ. അതാണ് ഇഷ്ടപ്പെട്ടത്. ആ മഞ്ഞിലൊക്കെ സ്റ്റക്കായപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് സഹായിക്കുന്ന കണ്ടു. അപ്പോൾ അങ്ങനെ ഒരാളുടെ സഹായത്തിൽ നിന്ന് നമുക്ക് ഉയർന്നു വരാൻ പറ്റും. കുഴപ്പമില്ല. എന്ത് പ്രൊഫഷൻ എന്താ ശരിക്കും ബ്രോ? ഞാൻ നേഴ്സാണ്, മെയിൽ നേഴ്സാണ്. നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു 2018 ഇവിടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു അസുഖമൊക്കെ വന്നിട്ട് MOH എക്സാമിന് വന്നിട്ടുണ്ട്. MOH വെച്ചാൽ നഴ്സുമാർക്കുടെ എക്സാം അല്ല, നഴ്സിംഗ് പഠിച്ചവർക്ക് അറിയാം MOH എക്സാം. ഓക്കെ. അത് തിരിച്ച് പോകേണ്ട വന്നു. അപ്പോൾ ഇപ്പം പിന്നീട് ഈ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ ആയിട്ട് നാട്ടിലെ ജോലിയും സാലറിയൊക്കെ ഇഷ്യൂ ആയി. അങ്ങനെ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ആരോ 2 പേര് കമൻറ്റ് ചെയ്തു അവർക്ക് വരാൻ പറ്റത്തില്ല എന്ന സാഹചര്യമാണ്. അപ്പം ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്ന 2 പേരെ സെലക്ട് ചെയ്യുമെന്ന് അറിഞ്ഞു. പെട്ടെന്ന് തോന്നി ഇതായിരിക്കും ചിലപ്പോൾ ഒരു ചാൻസ്. അതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങോട്ട് പോയി ഇതോട്ട് ഒളിച്ചിരിക്കുന്നത് ഇത് ബ്രോന്റെ ഫ്രണ്ടാണ്. ഒന്ന് മുഖം തതിക്ക് ബ്രോ. പേരെന്താ? എൻ്റെ പേര് സാർ. എവിടെയാ? ഞാൻ ഷാർജ വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ കൊല്ലം. അടുത്തടുത്ത് തന്നെ. ഇവരുടെ ഫ്രണ്ട് കേട്ടോ. ഇത് സ്റ്റോറി ഇതാണ്. ഇവർ പറഞ്ഞു വന്നോളൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സാം എഴുതാനുള്ള സെറ്റപ്പ് ആക്കി എക്സാമോ ജോലി എന്നുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അവര് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. റിൻസൻ ഉണ്ട്, പ്രതീഷ് എന്ന് പറഞ്ഞ വേറെ ഫ്രണ്ട്. താങ്ക് യു. പ്രതീക്ഷയുടെ ഏത് ഹോസ്പിറ്റൽ? സുലേഖയിൽ വർക്ക് ചെയ്യുന്നത്, ഷാർജയിൽ. അപ്പം പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. ഇവരെല്ലാവരും അപ്പം പെട്ടെന്ന് സാറ് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം ഞാൻ ഒരുപാട് ചിന്തിക്കേണ്ട വന്നില്ല. പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയെന്ന് ഇവരെന്തായാലും ഉണ്ടാവും, ഹെൽപ്പിനുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ജോലി എടുക്കാം, അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് വരാമെന്ന് ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർക്ക് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞത് കയറി പോരാ, എന്തായാലും നോക്കാം, അതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ പെട്ടെന്ന് കയറി വരാൻ പറ്റിയതും പിന്നെ ഫാമിലിയും പറഞ്ഞു ഇതായിരിക്കും ഒരു ചാൻസ്. നമ്മൾ കുറേ നാളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് പൊങ്ങി വരാനുള്ളൊരു ചാൻസ് ഇപ്പോൾ മല്ലു ട്രാവലറും പിന്നെ നമ്മുടെ സ്മാർട്ട് ട്രാവൽസിലെ അഫീക്കയും കൂടെ. നമ്മളെ മാത്രമല്ല 50% ക്രെഡിറ്റ് കൊടുക്കുന്ന ഫ്രണ്ട്സാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ 40 പേരെ ഷോർട്ട് ലിസ്റ്റ്, അതിൽ പലരും വിളിക്കും അവർക്ക് വരാൻ സംശയമാണ് ജോലി കിട്ടുമെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു സംശയിക്കേണ്ട ആവശ്യം മൂപ്പർക്ക് വന്നിട്ടില്ല. മൂപ്പർ ഫ്രണ്ട്സ് കട്ടൊക്കെ കൂടുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നഴ്സിംഗ് ഫീൽഡിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പരുടെ എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അഫിക്കാനെ കോൺടാക്ട് ചെയ്യാം, മൂപ്പറത്തിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അല്ല ആരെങ്കിലും നമ്മളെ ഇവിടെ എന്തോരം നല്ല നല്ല വ്യൂവേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പം ആരെങ്കിലും മെഡിക്കൽ ഫീൽഡിലോ മറ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പര് ഇപ്പോൾ വിസിറ്റ് വിസയിലുണ്ട്. അതും എൻ്റെ ഗസ്റ്റ് ആയിട്ടാണുള്ളത്, നമ്മുടെ അതിഥിയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നോക്കണം. ഓക്കെ, പറഞ്ഞു ബ്രോ. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പം എക്സാമിന് ഡിലേ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കോവിഡ് ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് കയറാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററാണ്, 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരു ഓഫർ തന്നാൽ അത്രയും ശരിയാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത വിന്നേഴ്സാണ്. ഇത് ആക്ച്വലി കപ്പിൾസ് ആണ്. ബ്രോ പേര് പറഞ്ഞോ? ദാനിഷ് ആണ്. പിന്നെ മലപ്പുറത്ത്. ഓക്കെ. ഫാത്തിമ ബിൻസി. ഷോക്ക് മാറിയിട്ടില്ല. നമ്മൾ വിന്നർ ഇതല്ല, നമ്മൾ വിന്നർ ഇതാണ്. അതാണ് ബ്രോ പറഞ്ഞത്.
പിന്നെ എന്താ വർക്ക് ചെയ്യുന്നത് ഇവിടെ ദുബായിലൊരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഏത് കമ്പനിയിലാണ്? ടെക്നീഷ്യൻ ഇത് ടൈം സ്ക്വയർ എന്ന് പറയും. എവിടെ ഷേപ്പ് എവിടെ ഷേപ്പ് താമസിക്കുന്ന എവിടെ? താമസിക്കുന്നത് അവിടെ അടുത്ത് തന്നെ, റാഷിദിയ. ഓക്കെ. എവിടെ നാട്ടില്? നാട്ടില് തിരുവരങ്ങാടി അറിയോ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 1 വർഷം 1.5 വർഷം. ഓക്കെ. നീ മൂപ്പരെന്താ കമന്റ് ഇട്ടത്? എന്ത് കമന്റ് പറഞ്ഞത്? അത് സത്യം പറഞ്ഞാൽ ശരിയാണ്. എസ് എ പോലത്തെ കമന്റ്സ്. ആ കമന്റ്സ് കമന്റ് ബോക്സിൽ ഇട്ടു. ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു, രണ്ടാമത്തെ വീഡിയോ ഇട്ടു. ഇൻസ്റ്റയിൽ ഷെബീറിന് അയച്ചു, എനിക്ക് അയച്ചു, ജസീലിന് അയച്ചു, ആഫ്രിക്കാക്കും അയച്ചു. ഇനി ആർക്കും അയക്കാത്ത ബാക്കിയുണ്ടോ? അല്ല, ഇങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയാ, കുറെ കാലമായി അതെ, അതൊരു ആഗ്രഹം കേട്ടോ. ഭാര്യ ഇപ്പം എനിക്കായിക്കോട്ടെ, ഇവിടെ പല പ്രവാസികളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് പറയുന്നത് ഫാമിലിനെ കൊണ്ടുവരിക, കുടുംബത്തിനെ കൊണ്ടുവന്ന് കാണിക്കുക. അതാണ് ഇവിടുത്തെ പല പ്രവാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ശരിയല്ല പറഞ്ഞത്? പിന്നല്ല, എല്ലാവരും അതന്നെ പറയുന്നത്. പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ മല്ലുവിനെ ഒന്ന് കാണാം. ആ ഒരു അത് നമുക്ക് പിന്നെ പിന്നെ രണ്ടാമതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് വന്നിട്ട് ദുബായ് ഫസ്റ്റ് ടൈം? ദുബായ് കണ്ടുവരണുള്ളൂ. ഇപ്പൊ ഫസ്റ്റ് ടൈം വരുന്നത്? പിന്നല്ല. പിന്നെ വേറെന്താ വെച്ചാൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലി അയച്ചു, നീ എന്തിനാ എനിക്ക് ടാബ് കിട്ടുമോ? അത് ടാബിന് ഞാൻ ഇപ്പോൾ വരുമ്പോൾ വരെ ടാബിൻ്റെ ആ മെസ്സേജ് അയച്ചിരുന്നു. ടാബ് കിട്ടാനല്ല, ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ അവരൊക്കെ വീണ്ടും പേഴ്സണൽ മെസ്സേജ് അയച്ചു, നീ പൊളിയാണല്ലോ, അതാണല്ലോ, അതെല്ലാം പറഞ്ഞിട്ട്. ഒരു കാര്യം കൂടി ഉണ്ട്. ഇതേപോലെ തന്നെ ടാബിൻ്റെ വിഷയം തന്നെ ഞങ്ങൾ കറക്റ്റായിട്ട് അവർ ഷോപ്പിയുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും അവർ വിന്നേഴ്സിനെ ഡയറക്റ്റ് വിളിച്ച് തിരഞ്ഞെടുക്കുന്ന വീഡിയോ അവർ എല്ലാ എപ്പിസോഡ്സിനും വിജയികൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ വന്ന് ഇതുവരെ വന്ന ഗിവ് അവേഴ്സിൻ്റെ ഒക്കെ വിന്നേഴ്സിനെ ഞങ്ങൾ സ്പോട്ടിലെടുത്തിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടാറുണ്ട്. ഇൻസ്റ്റ ഫോളോ ചെയ്തവർക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. എന്നിട്ട് എത്ര ദിവസം ഉണ്ടാവും? 1 മാസം 2-3 ദിവസം ഉണ്ടാവോ? 1 മാസമാണ് മാക്സിമം. 2-3 ദിവസം നിന്നിട്ട് പോയാൽ ഇറക്കുന്നില്ലോ. പറയുന്നുണ്ട് നമുക്ക് 3 മാസം ഞാൻ നോക്കാം, എല്ലാം ശരിയാക്കി തരാം. നിങ്ങൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞോ. പിന്നെ വേറെന്താ പറയാ? അതുപോലെ പിന്നെ അഫിക എന്താ പറയാ? അഫിക്കൊക്കെ എന്താ പറയണ്ടോ? ഇല്ല, എനിക്ക് പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അതിന് ശേഷം ഈ വിന്നറെ സെലക്ട് ചെയ്തപ്പോഴും എൻ്റെ ഫേസ്ബുക്കിനകത്തും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇനിയും എന്താ പറയുക യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും അവരെല്ലാം, കാരണം ഈ റിക്വസ്റ്റ് അയക്കുന്നവർ പലരും അവരുടെ ഡ്രീം പ്ലേസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പലരും നീഡിയായ ആൾക്കാരുണ്ട്, പലർക്കും ഈ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പം ബ്രോ പറഞ്ഞ മാതിരി പല റീസൺ കൊണ്ടും, കാരണം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ മാസാമാസം കൂട്ടിവെക്കുന്ന കാശിനൊക്കെ എന്തുകൊണ്ടോ അവസാനം അത് കിട്ടുന്നില്ല, അതങ്ങനെ ഭയങ്കര സങ്കടമാണ്. കാരണം പലർക്കും എന്തുകൊണ്ടോ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നടക്കാൻ സാധിക്കാത്തതുകൊണ്ട്. അപ്പം ഞാൻ തീരുമാനിച്ചു മാസം ഒരാളെങ്കിലും യു എയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത്രയും കായല്ലോ, തന്നാലായതാവുന്ന രീതിയിൽ ഞാൻ ഒരാളെ എന്തായാലും മാസം ഞാൻ എൻ്റെ യൂട്യൂബിൽ കൂടി ഡിക്ലെയർ ചെയ്യാമെന്ന് വെച്ചു. അതിലെന്ന് വളരെ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത പറഞ്ഞ ജെന്യൂൻ ആയിരിക്കണം. അവരെ ഞങ്ങൾ വിളിച്ച് അന്വേഷിച്ച് അതിൻ്റെ 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നവരെ അവരെയും എന്താ പറയുക കൊണ്ടുവരാമെന്നില്ല. അതൊരു നല്ല ഹാപ്പി ന്യൂസ് ആണ്. മനസ്സിലായി, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനി മുതൽ അങ്ങോട്ട് കണ്ടിന്യൂസ്ലി എല്ലാ മാസവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാളെ അഫിക്ക ദുബൈയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിന് പക്ഷേ വേറെ കാര്യം, ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാനൊന്നും പറ്റില്ല വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഫിക്കാൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളത് ഓപ്പൺ ചെയ്താൽ മതി. അതിൽ മൂപ്പർ അനൗൺസ് ചെയ്യും കേട്ടോ വിന്നർ ആരാണെന്നുള്ളത്. അതിൽ ആ ഒരു വീഡിയോസിന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അതൊന്നും എടുത്തോളൂ. അതാണ് നല്ലത്. നിങ്ങൾ മൂപ്പരുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്തോളാം. കാരണം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് ഗിവ് അവേഴ്സും വരും. അപ്പോൾ അത് നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഗിവ് അവേഴ്സ് നിങ്ങൾ എടുത്തോ. ദുബായ് ട്രിപ്പ് എവറി മന്തിൽ ഒരാളെ വെച്ചിട്ട് അഫിക്ക ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം, ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ 82 രാജ്യങ്ങൾ വ്യൂവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു മലയാളികൾ ഇതിലും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങൾക്ക് മെയിൽ അയക്കട്ടോ. ഒരാളെ നിങ്ങൾക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അറ്റ്ലീസ്റ്റ് 6 മാസം കൂടുമ്പോൾ ഒരാളെങ്കിലും നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തേക്ക് ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് കൊണ്ടുവന്ന് രാജ്യങ്ങൾ കാണിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ ഞങ്ങൾക്ക് മെയിൽ ഒരു എപ്പിസോഡ് ഞങ്ങൾ അനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും ഹാപ്പി അല്ല? ഫ്രണ്ട് എന്നാ ഫ്രണ്ടിന് വിലയിലുണ്ടോ? അല്ല, ഫ്രണ്ട്സിന്റെ വാല്യൂ മനസ്സിലാക്കി തന്ന ഒരു ഇതാണ്. കാരണം വെച്ചാൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവൻ ഒന്ന് വിത്തൗട്ട് ഈവൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. നോ പ്രോബ്ലം, ഞാൻ ഫ്രണ്ട്സ് അവർ സമ്മതിക്കും, നിങ്ങൾ എന്നെ കൺഫേം ആക്കിക്കോളും. പിന്നെ വിളിച്ചിരുന്ന അഫിക്ക അവർ ദേ ആർ എഗ്രീഡ്, കാരണം അവർ കൊണ്ടുവരാൻ തന്നെ അവർക്ക് ഉണ്ടെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഞാൻ എല്ലാവരും വിളിച്ചപ്പോഴും പലർക്ക് സംശയം, വിളിച്ചിട്ട് രണ്ടാമത് കണ്ടു. പക്ഷേ നിൻ്റെ കാര്യത്തിൽ ഈവൻ രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതിൽ ഞാൻ റിയലി പ്രൗഡ് ഓഫ് യു, കാരണം നിങ്ങൾ ഒരു ഫ്രണ്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിളിക്കാം, ഞാൻ ഇന്നത്തെ പൊസിഷനിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു വലിയ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എവരി വൺ ഹാവ് സം വൺ ബിഹൈൻഡ്. അതിപ്പോൾ അതൊരു ഐ എം റിയലി അപ്രീഷിയേറ്റ്. അപ്പം വേറെ എന്താ പറയുക, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇനി അങ്ങോട്ട് എല്ലാ മാസവും ഓരോ വിന്നേഴ്സ് വെച്ച് എടുക്കുന്നതായിരിക്കും. ടാബിൻ്റെ ഗിവ് അവേ ഈ വീഡിയോയിലുണ്ട്. കമൻറ്റ് ചെയ്യുക എല്ലാവരും. അവർ ഷോപ്പിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ റീഫ്രഷ് ചെയ്തിട്ട് പുതിയ കോഡ് ആഡ് ചെയ്യുക. പിന്നെ 20 ടാബാണ് ഞങ്ങളിപ്പോൾ ചെയ്തത്. പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഞങ്ങളത് കൂട്ടുന്നുണ്ട് കേട്ടോ, നമ്പേഴ്സ് കൂട്ടുന്നുണ്ട്. എത്രയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറയില്ല, വരുന്ന എപ്പിസോഡ് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് പറയാം കേട്ടോ.
എല്ലാവരും ഹാപ്പി അല്ല? പിന്നെ ഹാപ്പി അല്ല? ഒരു കാര്യം കൂടെ പറയാനുണ്ട്. വരുന്നതിന് മുന്നേ നല്ല ടെൻഷനായിരുന്നു വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. കാര്യം കുറേ നിയമങ്ങൾ മാറി, അപ്പം ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ രാവിലെയാണ് അറിഞ്ഞത്. പക്ഷെ അന്നേരം എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ ടെൻഷനാണ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് അത് മാറിയത്. പക്ഷെ ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല. അന്ന് എനിക്ക് അവിടെ ഇമിഗ്രേഷനിൽ കുറേ ചോദ്യങ്ങളും കുറേ ടൈം അവിടെ എടുത്തു. പക്ഷേ ഇപ്പം നാട്ടിലും ഇവിടെയും കൂളായിട്ട് നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഇറങ്ങി വരാൻ പറ്റി. പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നും ഉണ്ടായില്ല. നല്ല ഹാപ്പി ആയിട്ട് ഇറങ്ങി. പക്ഷെ അതിനിടയ്ക്ക് അഫിക്ക് ഞാനിങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്കുള്ള ആളാണെന്ന് അറിയാം, എന്നാലും മെസ്സേജ് അയക്കുകയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, ഇങ്ങനെ പ്രോബ്ലം ഒരു പ്രശ്നമില്ല, അത് മൂപ്പര് പറഞ്ഞിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഇവിടെ വരുന്ന ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ കുടുങ്ങിയ കുറച്ച് ആൾക്കാർ ഇവിടുത്തെ എംബസി വരെ കൈ ഒഴിഞ്ഞിട്ട് അഫിക്കാണ് പുറത്തിറക്കിയത്. അപ്പം ഓക്കെ, അത് പറയുന്നില്ല പോട്ടെ, അതൊന്നും പറയുന്നില്ല. അതിലും വേറെ കുറച്ച് വിശേഷങ്ങളാണ്. പിന്നെ അതൊന്ന് പറയുകയാണെങ്കിൽ നല്ലത്. പിന്നെ വേറെ എന്താ പറയാ, എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെ അടുത്തിങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത തവണ നിങ്ങളായിരിക്കാം. എല്ലാവരും പറഞ്ഞതുപോലെ അഫിക്കയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല നല്ല ട്രാവൽ വീഡിയോസ് ദുബൈയിൽ നിന്ന് വരാനുണ്ട് നാട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് നേരെ നാട്ടിലോട്ട് പോകാം കേട്ടോ. ജസീല എന്തെങ്കിലും പറയാം, എൻ്റെ വാക്ക് കേട്ടോട്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. എന്റെ ഫുഡിന്റെ വെറൈറ്റി ഇല്ലില്ല, ഓന് പിന്നെ സെർബിയ പോയിട്ട് ഫുഡ് റിവ്യൂവിനെ ശരിക്കും പഠിച്ച് എരിവ് എന്തെന്ന് പൊളി എന്താണെന്നല്ലേ പഠിച്ചോ ശരിക്കും. അതിൽ പഠിപ്പിക്കാന്നില്ല. ന്യൂട്രലും ബ്രെഡ് ഡെയിലി. അപ്പോൾ മറന്നുകൊണ്ട് കേട്ടോ എല്ലാവരും നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.